അപ്പോൾ ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ സെമി കണ്ടക്ടേഴ്സിന്റെ നെക്സ്റ്റ് സെഷനിലേക്കാണ് പോകുന്നത്. എന്താണ് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളത്? നമ്മൾ ഇൻട്രൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെയും കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ് എന്താണ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നുള്ളത്. ഓക്കെ, എന്താണ് ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടറിൽ സംഭവിക്കുന്നത്? ഓക്കെ, ഇൻട്രൻസിക് സെമി കണ്ടക്ടറിൽ നോക്കുമ്പം നമ്മൾക്ക് ഒരു സിലിക്കൺ ആറ്റം ഉണ്ടല്ലേ. അതാണ് നമ്മുടെ സിലിക്കൺ. എന്താണ് പ്യുവർ ആയിട്ട് ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ആണല്ലേ. നമ്മൾ പറഞ്ഞു സിലിക്കൺ ജെർമേനിയം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. അപ്പം സിലിക്കണിനെ നോക്കുമ്പോൾ ഓർ ജെർമേനിയം നോക്കുമ്പോൾ, ഞാൻ സിലിക്കണിനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ആറ്റം. സിലിക്കണിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ എന്താ, ആള് ഇവിടെ എന്താണ് ഷെയറിംഗ് ബോണ്ടാണ് അല്ലേ, അതായത് കോവാലന്റ് ബോണ്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, എന്താണ് കോവാലന്റ് ബോണ്ടാണ് ഉണ്ടാക്കുന്നത്. കോവാലന്റ് ബോണ്ട് മാത്രമല്ല, എന്താണത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ് അവര് നൈബർ സിലിക്കൺ ആറ്റമായിട്ട് ഉണ്ടാക്കുന്നത്. സോ അതിനെ സംബന്ധിച്ച് എന്താണ് 4 ഇതുമായിട്ട് പെയർ ആകുന്നുണ്ട്, അതായത് 4 ഷെയറിംഗ് ആറ്റം ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്താ നോക്കുന്നത്, ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടറിന് എടുക്കുമ്പോൾ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരുന്നതെന്ന് അറിയോ? ഒരു ഡയമണ്ട് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടാണ് അതിന്റെ ലാറ്റസ്റ്റ് സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, എന്താണ് അതിന്റെ അറേഞ്ച്മെന്റിന്റെ സ്ട്രക്ചർ വരുന്നത്. പിന്നെന്താ പറയുന്നത്, ഒരു 4 നൈബർ ആറ്റമായിട്ട് എന്ത് ചെയ്യുന്നത് സറൗണ്ടഡ് ആണ് അല്ലെ. കോവാലന്റ് ബോണ്ട്, അതായത് ഷെയറിംഗ് ബോണ്ടായിട്ട് അത് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെന്താ പറയുന്നതെന്നറിയോ? കോവാലന്റ് ബോണ്ട് മാത്രമാണോ? അല്ല, അതെന്താണ് വെരി സ്ട്രോങ് ആയിട്ടുള്ളൊരു കോവാലന്റ് ബോണ്ടാണ് അവിടെ ഉണ്ടാകുന്നത്. ഇതാണെന്ത് ഇൻട്രൻസിക് സെമി കണ്ടക്ടറിൽ നമുക്ക് ആദ്യം പറയാനുള്ളത്. പിന്നെ ആരെ കുറിച്ചാണ് പറയാനുള്ളത്? ഇനി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ട് അല്ലെ. എന്താണ് ഇനി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ട്. അപ്പം എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ പറയുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ഇൻട്രൻസിക് സെമി കണ്ടക്ടറിനെ കുറിച്ച് പറയാനുണ്ട്. ഓക്കെ, എന്തൊക്കെയാ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഇതിന് ഞാനൊന്നുകൂടെ മാറ്റി വരക്കാം. ഓക്കെ, മാറ്റി വരയ്ക്കുന്ന സമയത്ത് ഇതൊരു സിലിക്കൺ. ഓക്കെ, സിലിക്കൺ എന്തായിരുന്നു ഷെയർ ചെയ്തിരിക്കുന്നു അടുത്ത സിലിക്കണുമായിട്ട്. ഓക്കെ, അതിൽ 4 ഇലക്ട്രോൺ ഇങ്ങനെയുണ്ട്. ഓക്കെ, ഇവിടെ അടുത്ത സിലിക്കണുമായിട്ട് ഇങ്ങനെ എന്താണ് കോവാലന്റ് ബോണ്ടിൽ ഇരിക്കുകയാണ് അല്ലേ. എന്താണ് കോവാലന്റ് ബോണ്ടിൽ വളരെയധികം സ്ട്രോങ് ബോണ്ടാണ് അവർ തമ്മിൽ ഉള്ളത്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പം ഞാനിവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, എനർജി കൊടുക്കുന്നു, ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു, ഇരുന്ന സ്ഥലത്തു നിന്നും ഓടിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എനർജി കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു എന്താ പറയുക, ഇവിടെ ഇരിക്കുന്ന ഒരു ആറ്റം അല്ലെ, അതായത് വാലൻസ് ഷെല്ലിൽ ഇരിക്കുന്ന, അതായത് ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിനെ ഞാൻ എന്ത് ചെയ്യുന്നു, തേർമൽ എനർജി കൊടുത്തിട്ട്, അതായത് ടെമ്പറേച്ചർ കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന ആളിനെ, ഓക്കെ ഈ ഇരിക്കുന്ന ആളിനെ എന്ത് ചെയ്യും, ആൾക്ക് എനർജി കിട്ടിയ ആളെന്താവും, ആള് വേഗം ജമ്പ് ചെയ്ത് പുറത്തു പോകും. ഈ ജമ്പ് ചെയ്ത് പുറത്തു പോകുന്ന ഇലക്ട്രോണെ നമ്മൾ എന്താണ് പേര് വിളിക്കുക? ഫ്രീ ഇലക്ട്രോൺ. എന്താണ് ഫ്രീ ഇലക്ട്രോൺ എന്നാണ് നമ്മൾ പറയാ. എന്തുകൊണ്ട് അതിന് ഫ്രീ ഇലക്ട്രോൺ? ഇപ്പൊ നേരത്തെ അതിന് കോവാലന്റ് ബോണ്ടുമായിട്ട് അത് ബൗണ്ടഡ് ആണ്. സോ അത് അത്രയും സ്ട്രോങ് ബോണ്ടാണ് ആയതുകൊണ്ട് തന്നെ അതെന്താ, അത് ഫ്രീ അല്ല, അത് അവിടെ കുടുങ്ങിക്കിടക്കുവാണ്. ഇനിയിപ്പോൾ അതിന് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാം. സോ അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു, ഫ്രീ ഇലക്ട്രോൺ എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ഫ്രീ ഇലക്ട്രോൺ. അപ്പൊ ഈ ഫ്രീ ഇലക്ട്രോണ് കാരണം എന്തുണ്ടാവുന്നു? ഇപ്പൊ ഫ്രീ ആയ ഇലക്ട്രോൺ വെറുതെ നിൽക്കുവോ? ഇല്ല. ഫ്രീ ആയി നിൽക്കുമ്പോൾ എന്താവും, ഓടിച്ചാടി അങ്ങും ഇങ്ങും പോയി കളിക്കും. അപ്പൊ ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യല്ലോ. അപ്പൊ ആ ഇലക്ട്രോൺ മൂവ് ചെയ്താൽ നമുക്ക് എന്തറിയാം? ഇലക്ട്രോൺ മൂവ് ചെയ്താൽ നമുക്കറിയാം അവിടെ കറണ്ട് ഉണ്ടാവും, അതായത് കണ്ടക്ഷൻ നടക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടർ, പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറിലെ സിലിക്കണ് നമ്മൾ എടുത്തപ്പം അതിനെ നമ്മൾ ചൂടാക്കിയപ്പം, ഇത് ഒന്നിന്റെ കാര്യമാണ് പറയുന്നത്, ഒന്നല്ല കോടിക്കണക്കിനുണ്ട്. അപ്പൊ നമ്മൾ തേർമൽ എനർജി കൊടുക്കുമ്പോൾ എന്താവുന്നു, ഉള്ളിലുള്ള ബൗണ്ടഡ് ആയിട്ടുള്ള കോവാലന്റ് ബോണ്ട്. ഓക്കെ, അപ്പൊ ചെറിയ അളവിലൊന്നും ടെമ്പറേച്ചർ കൊടുത്താൽ പോലെ സ്ട്രോങ് ബോണ്ടാണ്. അപ്പൊ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ കൊടുക്കുമ്പം ഇതെന്താവുന്നു, ഇത് ഇവിടെ നിന്നു ജമ്പ് ചെയ്തിട്ട് ഫ്രീ ഇലക്ട്രോൺ ആവുന്നു അല്ലെ. എന്താവുന്നു? ഫ്രീ ഇലക്ട്രോൺ ആവുന്നു. അങ്ങനെ ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് ആ ഫ്രീ ഇലക്ട്രോൺ മൂവ്മെന്റ് കൊണ്ട് എന്തുണ്ടാവുന്നു, കറണ്ട് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ കണ്ടക്ഷൻ നടക്കുന്നു. എന്താണ്
കണ്ടക്ഷൻ നടക്കുന്നു. ഇതാണ് നമുക്ക് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ പറഞ്ഞു തരുന്ന ആര്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോക്കുന്നത്. നോക്കുമ്പോൾ എന്തൊക്കെയാ ആദ്യം പറഞ്ഞു നോക്കിയേ, തെർമൽ എനർജി ആൻഡ് ഫ്രീ ഇലക്ട്രോൺസ്. നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ എനർജി കൂട്ടുന്നതിനനുസരിച്ച്, അതായത് തെർമൽ എനർജി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഫ്രീ ഇലക്ട്രോൺ വന്നുകൊണ്ടേയിരിക്കും അല്ലെ. നമ്മൾ ജസ്റ്റ് ഒന്ന് റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന, ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ വളരെയധികം ചൂട് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ എന്താക്കും, അവിടെ നിന്ന് എണീച്ച് എവിടെയെങ്കിലും ഓടും അല്ലെ. അപ്പം ഇലക്ട്രോണിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആറ്റത്തിന്റെ കാര്യത്തിൽ അതിന് എനർജി കിട്ടുമ്പം ആ എനർജി കൊണ്ട് അതിനെന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. സോ അതെന്തായും, അത് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓടിക്കളിക്കും. സോ എന്താവും, തെർമൽ എനർജി കൂടുന്നതിനനുസരിച്ച് എന്താവും, ഫ്രീ ഇലക്ട്രോൺ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ എന്താ പറയുന്നറിയോ, ഹോൾസ് ഇൻ ലാറ്റീസ്. ഓക്കെ, ഇപ്പം ആ സിലിക്കൺ അവിടുന്ന് ഇരുന്നിടത്തു നിന്നും പോയി. ഓക്കെ, ഒരു ഫ്രീ ഇലക്ട്രോൺ അതിന്റെ ഇരുന്ന പൊസിഷനിൽ നിന്നും ഓടി. എന്താണ്, ഇരുന്ന പൊസിഷനിൽ നിന്നും അത് പോയി കഴിഞ്ഞാൽ എന്താവും, അവിടെ ആരെങ്കിലും ഇരിക്കണ്ടേ, ഇരുന്നിട്ടില്ല, അവിടെ എന്താവും, ഒരു ഹോൾ ക്രിയേറ്റ് ആവും അല്ലെ. അതായത് ഒരു വേക്കൻറ്റ് അല്ലെങ്കിൽ ഒരു ഹോൾ ക്രിയേറ്റ് ആവും. സോ ഇവിടെ ഇരിക്കുന്ന ആള് പോയി കഴിഞ്ഞാൽ, ഫ്രീ ഇലക്ട്രോൺ ആയി കഴിഞ്ഞാൽ എന്താവും, അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ആവും. ഇങ്ങനെ ഒരു ഹോള് ക്രിയേറ്റ് ആവും. സോ നമ്മളോട് എന്താ പറയുന്നത്, ഇങ്ങനെ ഒന്നും രണ്ടല്ല, അങ്ങനെ കോടിക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ആവുമ്പോൾ അവിടെ ഹോൾസ് ഫോം ചെയ്യും അല്ലെ. സോ നമ്മളോട് എന്താ പറയുന്നത്, ലാറ്റിസിൽ നമുക്ക് ഹോൾസ് കാണാൻ പറ്റും. അതായത് വേക്കന്റ് ആയിട്ടുള്ള സീറ്റുകൾ, അതായത് ഹോൾസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താ പറയുന്നതെന്നറിയോ, NE is equal to NH is equal to NI. എന്താണ് NE അല്ലെങ്കിൽ NH അല്ലെങ്കിൽ NI പറയുന്നത് നമ്മളോട്, നമ്പർ ഓഫ് ഇലക്ട്രോൺ അല്ലെ, നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ് ഇസ് ഈക്വൽ ടു എന്താണ്, അതിനെ രണ്ടിനെയും നമുക്ക് എന്ത് പറയാം, NIക്ക് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. എന്ത് പറയാം, രണ്ടും NIക്ക് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, NIക്ക് ഈക്വൽ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. പിന്നെന്താ പറയുന്നത്, മൂവ്മെന്റ് ഓഫ് ഹോൾസ്. ഓക്കെ, ഇപ്പൊ NEയും NHും എന്തോ ഈക്വൽ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിനെ രണ്ടിനെയും ഇങ്ങനെ വിളിക്കാന്ന് പറയുന്നു. ഇപ്പൊ ഒരു പ്യുവർ സെമി കണ്ടക്ടറിന്റെ കാര്യത്തിൽ എന്തായിരിക്കും, ചിലപ്പോൾ ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്, ഇപ്പൊ ഒരു ഇലക്ട്രോൺസ് ജമ്പ് ചെയ്ത് പോകുന്നു, അതിന് കണക്കായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ഹോൾസ് ക്രിയേറ്റ് ആവുമല്ലോ. സോ രണ്ടും ഈക്വൽ ആവുമല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. സോ മൂവ്മെന്റ് ഓഫ് ഹോൾസ് അല്ലെ, മൂവ്മെന്റ് ഓഫ് ഹോൾസ് നടക്കുന്നുണ്ട്. എന്താണ്, നമ്മൾ നോക്കുമ്പം ഇലക്ട്രോൺ ആണ് ജമ്പ് ചെയ്ത് പോകുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കുക അത് ഹോൾസ് ആണ് മൂവ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കുന്നു മൂവ്മെന്റ് ഓഫ് ഹോൾസ് ആണ് അവിടെ നടക്കുന്നത്. അതുപോലെ ഒരു സെമി കണ്ടക്ടറിൽ നടക്കുന്ന കറണ്ട് എങ്ങനെയായിരിക്കും എന്നറിയോ, ഇതേ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് കറണ്ട് ഓഫ് ഇലക്ട്രോൺ, അതായത് ഇലക്ട്രോൺ കാരണം ഉണ്ടായ കറണ്ട്, ഇലക്ട്രോൺ കറണ്ട് പ്ലസ് എന്താ, കറണ്ട് ഡ്യൂ ടു ഹോൾസ്, അതായത് ഹോൾസ് കാരണം ഉണ്ടായ കറണ്ട്. ഇതിന്റെ രണ്ടിന്റെയും സം ആണ് എന്ത്, നമ്മുടെ ഒരു സെമി കണ്ടക്ടറിന്റെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരാൾ കാരണമല്ല, അവിടെ രണ്ടാള് കാരണം കറണ്ട് ഉണ്ടാവുന്നു, മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസും മൂവ്മെന്റ് ഓഫ് ഹോൾസും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് N ടൈപ്പ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ P ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് നോക്കാലോ. എന്താണ് N ടൈപ്പും P ടൈപ്പും സെമി കണ്ടക്ടർ പറയുന്നത്? ഞാൻ പറഞ്ഞു അല്ലേ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ രണ്ട് എക്സാമ്പിൾസ് ആണ് N ടൈപ്പും P ടൈപ്പും. എങ്ങനെയാണ് നമുക്ക് N ടൈപ്പ് ഉണ്ടാക്കാന്നറിയോ? ഓക്കെ, N ടൈപ്പ് എങ്ങനെയാ ഉണ്ടാക്കാന്ന് വെച്ചാൽ സിലിക്കണും ഫോസ്ഫറസും കൂടിയാൽ എന്തുണ്ടാവുന്നു മക്കളെ? N ടൈപ്പ് ഉണ്ടാവുന്നു. എന്താ ഇത് കാരണം എന്താ ഉണ്ടാവുന്നത്? നമുക്ക് N ടൈപ്പ് ഉണ്ടാവുന്നു. എന്താണ് N ടൈപ്പ്? ഇത് സിലിക്കൺ ആണ്. ഓക്കെ, ഇതെന്താണ്? ഇത് സിലിക്കൺ ആണ്. ഇത് ഫോസ്ഫറസ് ആണ്. ഓക്കെ, ഇതെന്താണ്? ഇത് ഫോസ്ഫറസ്. ഫോസ്ഫറസ് എന്താണ്? ഫോസ്ഫറസ്. ഓക്കെ, ഫോസ്ഫറസ് എങ്ങനെയുള്ള ആറ്റാണെന്നറിയോ? അതായത് പെന്റാവാലന്റ് ആയിട്ടാണ്. അതായത് വാലൻസ് ഷെല്ലിൽ, ഓക്കെ, വാലൻസ് ഷെല്ലിലുള്ള വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 5 ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരെന്താണ്? പെന്റാവാലന്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ആണ്. എന്താണ്? പെന്റാവാലന്റ് ആയിട്ടുള്ള ഒരു ആളാണ് നമ്മുടെ ഫോസ്ഫറസ്. എന്താണ്? പെന്റാവാലന്റ്. പെന്റാവാലന്റ് ഉദ്ദേശിക്കുന്നത് വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് സിലിക്കണും ഫോസ്ഫറസും കൂടി കൂട്ടിയാൽ നമുക്ക് N ടൈപ്പ് കിട്ടുന്നു. സിമിലർലി നമ്മൾ
സിലിക്കണും ഇതാരാണ് ബോറോൺ അല്ലെങ്കിൽ അലൂമിനിയം അങ്ങനെ എന്തെങ്കിലും എന്താണ് ബോറോൺ അല്ലെങ്കിൽ അലൂമിനിയം അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നു? പി ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടുന്നു. എന്ത് കിട്ടുന്നു? പി ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടുന്നു. ഇൻട്രൻസിക്കിന്റെ കൂടെ, അതായത് ഇൻട്രൻസിക്കായ സിലിക്കണിന്റെ കൂടെ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? പി ടൈപ്പ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും കിട്ടുന്നു. ഓക്കെ, ഇനി എങ്ങനെയാ അത് കിട്ടുന്നത് അല്ലെങ്കിൽ അതിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കാര്യം എടുക്കുമ്പോൾ ലോ കണ്ടക്ടിവിറ്റി ഫോർ ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ആണെന്ന് നമ്മൾ ആദ്യം പറയാണ്. ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടറിന്റെ കാര്യത്തിൽ എന്താണെന്നറിയോ? ഒരു റൂം ടെമ്പറേച്ചറിൽ എന്താണ് ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടറിനെ സംബന്ധിച്ച് എന്താണ്? ലോ കണ്ടക്ടിവിറ്റി ആണ്. ഓക്കെ, ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ച് ഇമ്പ്യൂരിറ്റി, സ്യൂട്ടബിൾ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നുണ്ട്. എന്താണ് സ്യൂട്ടബിൾ ഇമ്പ്യൂരിറ്റി? വെറുതെ ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്താൽ പോരാ, അതിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഇമ്പ്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ എന്താവുന്നു? അതിന്റെ കണ്ടക്ടിവിറ്റി കൂടുന്നു. എന്താണ്? കണ്ടക്ടിവിറ്റി കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മളൊരു റോ ആയിട്ട് പച്ചയായിട്ടുള്ള ഒരു സെമി കണ്ടക്ടർ സിലിക്കോൺ എടുത്ത് വെച്ചിട്ട് അത് റൂം ടെമ്പറേച്ചറിൽ വെച്ചപ്പം അത്ര കണ്ടക്ടിവിറ്റി ഇല്ല. എന്നാൽ ഇതിലേക്ക് കുറച്ച് ഇമ്പ്യൂരിറ്റി ഡോപ്പിംഗ് മെത്തേഡ് ചെയ്തപ്പം എന്ത് കാണുന്നു നമ്മൾ? കണ്ടക്ടിവിറ്റി കൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറയുന്നു വെച്ചാല് ഈ അഡിഷൻ ഓഫ് ഇമ്പ്യൂരിറ്റി, നമ്മളിപ്പോ ഒരാളെ ആഡ് ചെയ്തല്ലോ, ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഡോപ്പിംഗ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഡോപ്പിംഗ് എന്ന് വിളിക്കും. എന്നാൽ ആഡ് ചെയ്ത ആളുണ്ടല്ലോ, ആ ആളെ നമ്മൾ എന്താ വിളിക്കുക? ഡോപ്പൻസ്. എന്താണ് ഡോപ്പൻസ്? ഇപ്പം നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കാര്യത്തിൽ ആരാണ്? ഫോസ്ഫറസ് ആണ് ആര്? ഡോപ്പന്റ്. പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കാര്യത്തിൽ ആരാണ് നമ്മുടെ ഡോപ്പന്റ്? ബോറോൺ, അലൂമിനിയം അങ്ങനെയുള്ള ആളുകളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാവുന്നു എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആരാ പറഞ്ഞത് ആദ്യം? ഫോസ്ഫറസിന്റെ കാര്യത്തില് പെന്റാവാലന്റ് ആണ്. ഫോസ്ഫറസ് ഒരു പെന്റാവാലന്റ് ആണ്. അപ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമുക്ക് എന്ത് വരണം? 5 ഇലക്ട്രോൺ വരണം. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ? നേരത്തെ നമ്മൾ വരച്ചിട്ടുണ്ടോ ഒരു സിലിക്കൺ വരച്ചുള്ള നടുവിൽ, അതിന് പകരം സിലിക്കൺ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഫോസ്ഫറസിനെ നടുവിലാക്കും. എന്നിട്ട് ബാക്കി മൊത്തം സിലിക്കൺ. ഓക്കെ, ഇത് സിലിക്കൺ. ഇവിടെ ഒരു സിലിക്കൺ ഇങ്ങനെ, ഇതിനും ഇങ്ങനെ. ഓക്കെ, ഈ പിക്ചറിൽ കാണുന്ന പോലെ എന്തായിരിക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് ആയിരിക്കും. ഓക്കെ, എന്തായിരിക്കും? സോറി, ഇവിടെ 2 വരച്ചു പോയി. എന്നോട് വായിച്ചിട്ട് ഒന്നാക്കട്ടെ. ഓക്കെ, എന്താണ് ഇത് തമ്മിൽ? ഷെയറിങ് ആണ്. എന്താണ്? ഷെയറിങ് ആണ്. ഒരു മാറ്റവും ഇല്ല, നേരത്തെ സംഭവം തന്നെ. ഫോസ്ഫറസിനെ അങ്ങ് മാറ്റി വെക്കുന്നു. ഫോസ്ഫറസിനോട് ഒരു ഫോസ്ഫറസ് വന്നിട്ട് പറയുന്നു സിലിക്കണിനോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ട് ഫോസ്ഫറസ് അവിടെ വന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഫോസ്ഫറസിനെ സംബന്ധിച്ച് സിലിക്കൺ നമുക്കറിയാം എന്താണ്? 4 ഇലക്ട്രോൺ ആണ് ഇങ്ങനെ കോവാലന്റ് ബോണ്ട് എന്നറിയാം. എന്നാൽ ഫോസ്ഫറസിനെ സംബന്ധിച്ച് 5 ആണല്ലേ? പെന്റാവാലന്റ് ആണ്. 5 എന്താണ്? 5 ആണ് നമ്മുടെ ഫോസ്ഫറസിനെ സംബന്ധിച്ച് ഉള്ള ഇലക്ട്രോൺസ്. അപ്പൊ നമ്മൾ 4 വരച്ചു അല്ലെ? ഇവിടെ 4 ആളെ നമുക്ക് കാണുന്നുണ്ട്. 5ാമത്തെ ആൾ എവിടെ ഇരിക്കും? 5ാമത്തെ ആള് പുറത്തിരിക്കും. അതായത് ആള് വാലൻസിൽ തന്നെ, ആള് വാലൻസ് ഷെല്ലിൽ 5ാമത്തെ ആൾ എന്താണ്? അത് സ്ഥലമില്ലായിട്ട് ആള് പുറത്തിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ സെയിം പ്രൊസീജിയർ തന്നെ, പക്ഷെ കുറച്ച് മാറ്റങ്ങളുണ്ട്. എന്താണത്? ഞാൻ ഇതിലേക്ക് ടെമ്പറേച്ചർ കൊടുക്കുന്നു, എനർജി കൊടുക്കുന്നു. എനർജി കൊടുക്കുന്ന സമയത്ത് നേരത്തെ നമ്മുടെ സിലിക്കണിൽ എന്താണ്? ഇവിടെ ഇരുന്ന ആൾക്കാരാണ്, അതിലുള്ള ഒരാളാണ് ജമ്പ് ചെയ്ത് പോയത് അല്ലെ? പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഓൾറെഡി ഒരാൾ പുറത്തിരിക്കുന്നുണ്ട്. അയാൾ വെയിറ്റ് ചെയ്യണം, എനിക്ക് ആരെങ്കിലും കുറച്ച് എനർജി തരൂ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ചെറിയ എനർജി കിട്ടുമ്പോൾ പോലെ അയാൾ എന്താവും? അയാൾ ഓടിച്ചാടി കളിക്കും. അയാൾ ഫ്രീ ഇലക്ട്രോൺ ആണ് ആവും അല്ലെ? സോ ചെറിയ ഒരു അളവ് ടെമ്പറേച്ചറിൽ തന്നെ ഇയാൾ എന്താവും? ഇയാള് ഫ്രീ ഇലക്ട്രോൺ ആയി മാറും. ഓക്കെ, എന്താണ് അയാള്? കാരണം എന്തുകൊണ്ടാ? അയാൾക്കൊരു ബോണ്ട് ഇല്ല, അയാളെ പിടിച്ചു വെക്കാൻ ആളില്ല. ഓക്കെ, കോവാലന്റ് ബോണ്ട് ഇല്ല. ഓക്കെ, ഒരാളെ പിരിഞ്ഞു വരേണ്ട ആവശ്യമില്ല. ഓൾറെഡി അയാൾ ഫ്രീ ആണ്. അയാൾ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ്.
അപ്പൊ അയാളെ സംബന്ധിച്ച് കുറച്ച് എനർജി കിട്ടിയപ്പോൾ തന്നെ അയാൾക്ക് പറന്ന് നടക്കാം. ഓക്കെ, പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ എന്താണ്, അവർ കോവാലന്റ് ബോണ്ടായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുകയാണ്, അവർക്ക് അത് പൊട്ടിച്ചിട്ട് വേണം പുറത്തേക്ക് വരാൻ. ഓക്കെ, അപ്പൊ ഇയാളെ സംബന്ധിച്ച് എന്താണ്, അയാൾ ഫ്രീ ഇലക്ട്രോൺ ആണ്, അയാൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ കോടിക്കണക്കിന് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുമല്ലേ സർക്യൂട്ടില്. അപ്പൊ എന്താവും, അത് കാരണം ഒരു കറണ്ട് ഉണ്ടായി അല്ലെ, ഫ്രീ ഇലക്ട്രോൺ കാരണം ഒരു കറണ്ട് ഉണ്ടായി. എന്തായി, ഫ്രീ ഇലക്ട്രോൺ കാരണം ഒരു കറണ്ട് ഉണ്ടായി. എന്നാൽ അത് മാത്രമല്ല, എന്താ ഇവിടെ ഇരിക്കുന്ന ഒരാളുണ്ടല്ലോ, അയാളും എന്താവും, അയാൾക്കും ഇതുപോലെ എനർജി കിട്ടി, അയാൾ ജമ്പ് ചെയ്തു, അയാളും ഫ്രീ ഇലക്ട്രോൺ ആവും, ഇയാളും എന്താവും, ഫ്രീ ഇലക്ട്രോൺ ആവും. അപ്പം ഇലക്ട്രോൺ കാരണം അവിടെ നമുക്ക് എന്ത് മനസ്സിലായി, ഇലക്ട്രോൺ കൂടുതലായിട്ട് വരുന്നുണ്ട് അല്ലെ, ഇലക്ട്രോൺ കൂടുതൽ മെജോറിറ്റി ആണ്. എന്താണ് അതിന് പറയാൻ, മെജോറിറ്റി. മെജോറിറ്റി എന്ന് പറയുന്നു. അപ്പൊ ഈ ഇലക്ട്രോൺസ് കാരണം അല്ലെ, ഫ്രീ ഇലക്ട്രോൺസ് കാരണം മെജോറിറ്റി കറണ്ട് എന്താവുന്നു, ഇലക്ട്രോൺ കറണ്ട്. എന്ത് പറയും ഇതിനെ, ഇലക്ട്രോൺ ആണല്ലോ കൂടുതലുള്ളത്. ഹോൾസിന്റെ കാര്യം പറയാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഓൾറെഡി നമ്മൾ ഒരു ആറ്റം എടുത്തപ്പോൾ തന്നെ 2 ഇലക്ട്രോൺ ആണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. ഒന്ന് ഫ്രീ ഇലക്ട്രോൺ ഓൾറെഡി, ഒന്ന് കുറച്ചുകൂടെ ടെമ്പറേച്ചർ ഇട്ടപ്പോൾ അയാളും ചാടി. അപ്പൊ എന്താണ്, മെജോറിറ്റി ഇലക്ട്രിക് കറണ്ടാന്ന് മനസ്സിലായി. ഇനി ഈ ആള് ചാടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എന്താവും, ഇവിടെ ഹോള് വരും അല്ലെ. ഈ ഹോള് വന്ന എന്താണ്, ഇലക്ട്രോൺസിനെല്ലാം ഒരു ശീലമുണ്ട്, എന്താ പറയാ, എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലം കണ്ട് ആടെ വന്നിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഒഴിഞ്ഞ സ്ഥലം കാണുമ്പോൾ എന്താവും, അടുത്തുള്ള ഇലക്ട്രോൺ എന്താവും, വേഗം തുള്ളിച്ചാടി അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പൊ എന്താവും, അത് അങ്ങോട്ടേക്ക് ജമ്പായി. അപ്പൊ ഇവിടെ ഹോള് വരൂലേ. അപ്പൊ മറ്റേ ആള് പറയും, എനിക്കും അടുത്ത്, ഞാനും കുറച്ചു നേരം മാറിയിരിക്കട്ടെ. അപ്പൊ അടുത്ത ആള് വന്ന് അവിടെ ഇരിക്കും. അപ്പൊ എന്താ, ഇയാള് വന്ന് ഇവിടെ ഇരിക്കും. ഓക്കെ, അങ്ങനെ എന്താവും, ഇങ്ങനെ ഇലക്ട്രോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കാണുമ്പോൾ എന്താ, ഓൾറെഡി ഒരു ഇലക്ട്രോൺ കറണ്ട് നമുക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെ എന്താണ്, ഹോളുകൾ മൂവ് ചെയ്യുന്നു. ഓക്കെ, ആക്ച്വലി ഇലക്ട്രോൺ ആണ് തുള്ളിച്ചാടുന്നത്. ഓക്കെ, പക്ഷെ എന്താണ്, ഹോളിനാണ് എന്തെന്ന് നമ്മൾ വിചാരിക്കുന്നു, ഹോളാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. ആർക്കാണ് പേര് ദോഷം, ഹോളിനാണ് പേര് ദോഷം. ഹോളല്ല മൂവ് ചെയ്യുന്നത്, ഇലക്ട്രോൺ ആണ്. പക്ഷെ ഹോളിനെ നമ്മൾ കുറ്റം പറയും, നീയാണ് മൂവ് ചെയ്യുന്ന പറയും. അപ്പം ഹോൾ കറണ്ട്, അപ്പൊ എന്താണ്, ഹോള് മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. സോ നമ്മൾ അതിനെ എന്ത് വിളിക്കും, അതിനെ ഹോൾ കറണ്ട് എന്ന് വിളിക്കും. ഓക്കെ, ഹോൾ കാരണമുള്ള കറണ്ടിനെ ഞാൻ ഇവിടെ എഴുതാം. ഹോൾ കാരണമുള്ള കറണ്ടിനെ എന്ത് വിളിക്കുന്നു, ഹോൾ കറണ്ട് എന്ന് വിളിക്കുന്നു. ഹോൾ കറണ്ട് എന്ന് വിളിക്കുന്നു. ഒരു ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെ സംബന്ധിച്ച് മെജോറിറ്റി എന്തായാലും ഇലക്ട്രോൺ അല്ലെങ്കിൽ ഇലക്ട്രോൺ കാരണമുള്ള കറണ്ടാണ്. സോ മൈനോറിറ്റി ആരായിരിക്കും, അടുത്ത ആള് അതാരാണ്, ഹോൾ കറണ്ട്. മൈനോറിറ്റി ആരാണ്, ഹോൾ കറണ്ട്. ഓക്കെ, മൈനോറിറ്റി ആരായി, ഹോൾ കറണ്ടായി. ഓക്കെ, അപ്പൊ ഇത്രയും ഒരു ഇൻഫർമേഷൻ തന്നെ നമുക്കൊരു പിക്ചർ തന്നെ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങൾ നോക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന്. ഓക്കെ, അതായത് നമ്മൾ ഡോപ്പ് ചെയ്തത് ഏതാണ്, ഫോസ്ഫറസ് വെച്ചിട്ടാണ്. അതൊരു പെന്റാവാലന്റ് എലമെന്റ് ആണ് അല്ലെ. പെന്റാവാലന്റ് എലമെന്റ് ആണ്. ഡോപ്പിംഗ് വിത്ത് പെന്റാവാലന്റ് എലമെന്റ് അല്ലെങ്കിൽ എന്ന് പറയണ്ട, പെന്റാവാലന്റ് എലമെന്റ്, കാരണം ഒന്നല്ലോ എത്രയോ നമ്മൾ ഡോപ്പ് ചെയ്യും. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ഫ്രീ ഇലക്ട്രോൺ ജനറേഷൻ. എങ്ങനെയാ ഫ്രീ ഇലക്ട്രോൺ ആയ നമ്മൾ പറഞ്ഞല്ലേ, ഒന്ന് പുറത്തിരിക്കുന്ന ഒരാളുണ്ട്, അയാൾ ഓൾറെഡി ഫ്രീ ആണ്, അയാളെ സംബന്ധിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അയാൾ ഓൾറെഡി അവിടെയാണ്, അയാൾക്ക് ഒരു ചെറിയ ടെമ്പറേച്ചർ അത് തന്നെ അയാൾക്ക് കൂടുതലാണ്. ഓക്കെ, അയാൾ ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രീ ആയതുകൊണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ടെമ്പറേച്ചർ അത് അത്രയും നല്ലത്. പിന്നെ എന്താണ്, ഓൾറെഡി ഇരിക്കുന്ന ആളുണ്ടല്ലേ, ബൗണ്ട് ചെയ്തിരിക്കുന്ന, അവർക്ക് ടെമ്പറേച്ചർ കിട്ടുമ്പോൾ അവരെന്താവും, ഒബ്വിയസ്ലി ചാടിപ്പോവും. അപ്പൊ എന്താണ്, ഫ്രീ ഇലക്ട്രോൺ ജനറേഷൻ അവിടെ ഉണ്ട്. പിന്നെന്താണെന്നറിയോ, ഡോണർ ഇമ്പ്യൂരിറ്റി എന്നാ പറയുന്നത്. ഓക്കെ, എന്താ ഡോണർ ഇമ്പ്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്, കൊടുക്കുകയാണ്, അങ്ങോട്ട് എടുത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഡൊണേറ്റ് ചെയ്യാണ്, ആള് എടുത്ത് കൊടുക്കുകയാണ്. അപ്പൊ അയാൾ എന്താണ്, ഡോണർ ഇമ്പ്യൂരിറ്റി ആണ്. എന്താണ് അത്, ഡോണർ ഇമ്പ്യൂരിറ്റി. ഇമ്പാക്ട് ഓൺ ഇലക്ട്രോൺ ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ അല്ലെ. എന്തായിരിക്കും, ഒരു ഇമ്പാക്ട് ഉണ്ടാവും. എന്താണ്, ഇലക്ട്രോണും ഹോൾ കോൺസെൻട്രേഷനും തമ്മിൽ. കാരണം എന്താ, ആ ഇലക്ട്രോൺ ചാടുന്നതിനനുസരിച്ചിട്ട് ആര് ചാടുന്നുണ്ട്, ഓക്കെ, ഇലക്ട്രോൺ ചാടുന്നതിനനുസരിച്ച് ഹോള് ക്രിയേറ്റ് ആകുന്നുണ്ട്. ആ ഹോള് കണ്ടിട്ട് ഇലക്ട്രോൺ വീണ്ടും ചാടി വരുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും അത് ഹോൾ കറണ്ട് ആണെന്ന്. സോ ഇലക്ട്രോണും ഹോളും തമ്മിലുള്ള കോൺസെൻട്രേഷൻ എന്താണ്, അവിടെ ഇമ്പാക്ട് വരുന്നുണ്ട്. പിന്നെന്താ, മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി കാരിയേഴ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, മെജോറിറ്റി ആരാണ്, ഇലക്ട്രോൺസ് ആണ്. മൈനോറിറ്റി ആരാണ്, നമ്മൾ ഹോൾ കറണ്ട് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എനർജി ഗ്യാപ്പ് വരച്ചൂടെ ഇതിന്റെ.
എന്താണ് എനർജി ബാൻഡ് ഓഫ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ എനർജി ബാൻഡ് ഞാൻ വരക്കുവാണ്. അപ്പൊ എന്താണ് നമ്മൾ എനർജി ബാൻഡ് ഗ്യാപ്പ് ആരുടെ എൻ ടൈപ്പിന്റെ ആണ് ആദ്യം വരക്കാൻ പോകുന്നത്. എൻ ടൈപ്പിന്റെ ഞാൻ വരക്കാൻ പോവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വാലൻസ് ബാൻഡ് ആണ്. ഇത് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് ആണ് അല്ലേ. ഇതെന്ത് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാലൻസ് ബാൻഡിൽ എന്താണ് ഇലക്ട്രോൺസ് ഉണ്ടാവും എന്നാൽ കുറച്ച് ഹോൾസ് ഉണ്ടാവും അല്ലേ. മെജോറിറ്റി മൈനോറിറ്റി ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഹോൾസ് ഇങ്ങനെ ഉണ്ട്. ഓക്കെ അല്ലേ. ഓക്കെ, ഈ ഗ്യാപ്പിനെ നമ്മൾ എന്താ വിളിച്ചുകൊണ്ടിരുന്ന മക്കളെ? EG, അതായത് എനർജി ഗ്യാപ്പ്, എനർജി ബാൻഡ് ഗ്യാപ്പ് അല്ലേ. ഓക്കെ, ഇതില് ഇത്രയും ഇതാണ് നമ്മളെ എനർജി ഗ്യാപ്പ് വരച്ചു. എന്നാൽ ഫോസ്ഫറസിന്റെ നമ്മൾ വരയ്ക്കുകയാണെ. ഫോസ്ഫറസിന്റെ ഒരു എനർജി ബാൻഡ് ഗ്യാപ്പ് വരക്കുമ്പം ഓക്കെ, ഇതിനെ നമ്മൾ ED എന്ന് വിളിക്കും. എന്താ ED എന്ന് പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് ED എന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇതെന്താണ് ഫോസ്ഫറസിന്റെ എനർജി ബാൻഡ് ഗ്യാപ്പ്. അതായത് ഫോസ്ഫറസിന്റെ എനർജി ബാൻഡ് ഗ്യാപ്പ് വരക്കുന്ന സമയത്ത് അതെന്താണ് കണ്ടക്ഷൻ ബാൻഡിനോട് വളരെയധികം ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താ അത്രയും ഫ്രീ ഇലക്ട്രോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്താ അത്രയും നമുക്ക് കണ്ടക്ഷൻ കിട്ടും. ഓക്കെ, സോ ഇവിടെ നിൽക്കുന്ന ഇലക്ട്രോൺ അല്ലെ, എന്താണ് ഇവിടെ നിൽക്കുന്ന ഇലക്ട്രോൺ. ഓക്കെ, അതായത് നമ്മുടെ ഫോസ്ഫറസിന്റെ എന്താണ് ഫോസ്ഫറസിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിൽക്കുന്ന ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പൊ ഇവരെ സംബന്ധിച്ച് എന്താ, ഇവര് കണ്ടക്ഷൻ ബാൻഡിന്റെ വളരെയധികം ക്ലോസ് ആണ്. സോ കുറച്ച് ടെമ്പറേച്ചർ കിട്ടുമ്പോൾ തന്നെ ചാടിപ്പോ. ഇവിടെ ഉണ്ടാവും കേട്ടോ ഹോള്. അപ്പൊ ഇവിടെ എന്താ ഇവരിവിടെ എത്തി. അത് മാത്രമല്ല ഇവിടെ ഒരാളുണ്ട് വാലൻസ് ബാൻഡിൽ ഇരിക്കുന്നത്. ആരെ? നമ്മുടെ സിലിക്കണിന്റെ ഉണ്ടല്ലേ. അയാൾ എന്ത് ചെയ്യും? അയാൾക്കും എനർജി കിട്ടുമ്പം ഒരു ലെവൽ ഓഫ് എനർജി കിട്ടുമ്പോൾ ആളും ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് അവിടെ കുറെ ഇലക്ട്രോൺസ് ഓടിച്ചാടി വരികയാണ്. അത്രയും കണ്ടക്ഷൻ ഉണ്ടാവുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്തു പറയാം? അത്രയും ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, അത്രയും കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. ആരാണ് ഈ ED? എനർജി ബാൻഡ് ഗ്യാപ്പ് ഓഫ് ഡോണർ അല്ലെ. എന്താണ് ഡോണറിന്റെ എനർജി ലെവലാണത്. എന്താണിത്? ഡോണർ എനർജി ലെവൽ എന്ന് പറയും അല്ലെ. ഡൊണേറ്റ് ചെയ്ത ആളാണ് നമ്മുടെ ഫോസ്ഫറസ്, അല്ലെങ്കിൽ പെൻഡാവാലന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ്. സോ അത് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണ് ഡോണർ എനർജി ലെവൽ ആയിട്ടാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ ഒന്നുണ്ട്, നമ്മൾ ഈ ടെമ്പറേച്ചർ കൂട്ടുന്നു എന്ന് പറയുന്നു. എത്രയാണ് ടെമ്പറേച്ചർ കൂട്ടുക? ടെമ്പറേച്ചർ 0 കെൽവിൻ. എന്താണ് ഞാൻ താഴെ എഴുതാൻ പറ്റിയിട്ട് 0 കെൽവിനേക്കാളും കൂടുമ്പോഴാണ് കെൽവിൻ. ഇത് ഓക്കെ അല്ല, 0 കെൽവിൻ ആണ്. ഓക്കെ, 0 ചെയ്തിട്ട് കെൽവിൻ ആണ്, ഓക്കെ അല്ല അത്. അപ്പോൾ 0 കെൽവിനേക്കാളും കൂടുമ്പോഴാണ് ആര് ഇങ്ങനെ ഒരു പ്രൊസീജിയർ എന്താണ് നടക്കുന്നത്. ഓക്കെ, അപ്പം എനർജി ബാൻഡ് ഗ്യാപ്പ് വരച്ചു. എന്ത് വരച്ചു? നമ്മൾ എനർജി ബാൻഡ് ഗ്യാപ്പ് വരച്ചു. പിന്നെ ആരായിരിക്കുന്നത് നമ്മുടെ എൻ ടൈപ്പിനെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് വിഷമാവൂല. അതാരാണ് നമ്മുടെ പി ടൈപ്പ്. പി ടൈപ്പിനെ കുറിച്ച് പറയണ്ടേ? പി ടൈപ്പിനെ കുറിച്ച് പറയാം. എന്താണ് പി ടൈപ്പിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ? ഒരു പെൻഡാവാലന്റ് ആന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ പി ടൈപ്പിനെ സംബന്ധിച്ച് അതെന്താണ് ട്രൈവാലന്റ് എലമെന്റ് വെച്ചിട്ടാണ് ഡോപ്പിംഗ് നടത്തുക. എന്താണ് ട്രൈവാലന്റ് എലമെന്റ് വെച്ചിട്ടാണ് അത് ഡോപ്പിംഗ് നടത്തുക. അപ്പൊ എന്തായിരിക്കും ഇത്? ബോറോൺ. ഓക്കെ, ഞാൻ ബോറോൺ എടുക്കുകയാണെ. ബോറോൺ ഇവിടെ സിലിക്കൺ ഉണ്ട്, ഇപ്പുറത്തും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഇലക്ട്രോൺ, ഇവിടെ ഇപ്പൊ വിചാരിക്കും മിസ് എന്താ ഇവിടെ വരക്കാത്ത ഒരു ഇലക്ട്രോൺ. ഓക്കെ, എന്തുകൊണ്ടാ വരക്കാതിരുന്നേ? അതൊരു ട്രൈവാലന്റ് എലമെന്റ് ആണ്. എന്താ അത്? ട്രൈവാലന്റ്
ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് നമ്മുടെ ആര് ബോറോൺ. ബോറോൺ എന്ന് പറയുന്നത് ട്രൈവാലന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ട്രൈവാലന്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഒരു ഇലക്ട്രോണിന്റെ കുറവുണ്ടല്ലേ, ആൾക്കൊരു ഇലക്ട്രോണിന്റെ കുറവുണ്ട്. ഓക്കെ, പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ആളില്ലാത്തത് കൊണ്ട് ഇനി ഇവിടെ വേക്കന്റ് ആയിരിക്കുമല്ലോ, അതായത് ഇവിടെ എന്താണ് ഹോൾ ആയിരിക്കും അല്ലെ. ഹോൾ കണ്ടാൽ നമ്മളെ ഇലക്ട്രോൺ ആൾക്കാർ എന്ത് ചെയ്യും, വാ നമുക്ക് പോയി അവിടെ ഇരിക്കാം എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെയുള്ള ഇലക്ട്രോൺ വന്ന് ഇവിടെ ഇരിക്കും. ഓക്കെ, അപ്പൊ അവിടെ എന്താവും, ഇവിടെ ഒരു ഹോൾ ജനറേറ്റ് ആവും. അപ്പൊ അടുത്ത ആള് വന്ന് അവിടെ ഇരിക്കും. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ കാണുന്നത്, ഹോൾ ആണ് ആദ്യത്തെ അല്ലെ. നമ്മൾ നേരത്തെ നോക്കുമ്പോൾ മെജോറിറ്റി ഇലക്ട്രോൺ ആണെങ്കിൽ ഇവിടെ നമ്മള് ഇലക്ട്രോൺ എക്സ്ട്രാ ഇല്ല, കുറവായതുകൊണ്ട് ഹോൾ ഉള്ളതുകൊണ്ട് അവര് ടെമ്പറേച്ചർ ഒരു അളവിൽ ടെമ്പറേച്ചർ കൊടുക്കുമ്പം ഒരു അളവ് കഴിയുമ്പോൾ ഇവിടുന്ന് ജമ്പ് ചെയ്ത് അതും പോവും, ഇലക്ട്രോണും പോവും. പക്ഷെ എന്താണ്, അതിന് മുമ്പേ അവർ കാണുകയാണ് സീറ്റ് വേക്കന്റ് ആയിട്ട്. ഓക്കെ, ഞാൻ ആദ്യം ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രോൺ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇലക്ട്രോൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഹോൾ മൂവ്മെന്റ് നടക്കും. ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്നു, പക്ഷെ ഹോൾ മൂവ്മെന്റ് നടക്കും. പിന്നെ എന്താവുന്നു, ഒരു ലെവൽ ഓഫ് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താവുന്നു, ഇവിടെയുള്ള ആളും അതിന്റെ കോവാലന്റ് ബോണ്ട് സ്ട്രോങ് ബോണ്ട് പൊട്ടിച്ച് അതും പുറത്തു പോയിട്ട് എന്താവുന്നു, അതും ഒരു ഫ്രീ ഇലക്ട്രോൺ ആയി മാറാൻ നോക്കും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എന്താ, ആദ്യം ഹോൾ മൂവ്മെന്റ് ആണ് നടക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു ലെവൽ ഓഫ് ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് ഫ്രീ ഇലക്ട്രോൺസ് വരുന്നത്. സോ നമ്മൾ എന്തു പറയും, ഇവിടെ മെജോറിറ്റി ആരാണ്, ഹോൾ കറണ്ട്. എന്താണ്, ഹോൾ കറണ്ട്. ഹോളിന് മൂവ്മെന്റ് അടക്കുമ്പം ഹോൾ കറണ്ട് ഉണ്ടാവുന്നു. മൈനോറിറ്റി ആരാണ്, നമ്മുടെ ഇലക്ട്രോൺ കറണ്ട് ആണ്. ഓക്കെ, അപ്പൊ അതായത് നമ്മളെ ഈ എൻ ടൈപ്പില് എന്താ എക്സ്ട്രാ ആളായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് സീറ്റ് വേക്കന്റ് ആണ്. സീറ്റ് വേക്കന്റ് ആയപ്പോൾ ഇലക്ട്രോൺസ് ഒന്ന് ജമ്പ് ചെയ്ത് അവിടെ ഇരുന്നു. സോ ഹോൾ കറണ്ട് കൂടുതലായിട്ട് അവിടെ നടന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പം എന്താ നമ്മൾ പറഞ്ഞത്, ഡോപ്പ് എന്നത് ഒരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആയിട്ടാണല്ലേ. എന്താണ്, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആയിട്ടാണ് നടക്കുന്നത്. പിന്നെന്താ, ഹോൾ ക്രിയേഷൻ ഉണ്ടാവുന്നു അല്ലെ. ഹോൾസ് ക്രിയേഷൻ ആണ്. എന്താണ്, അവിടെ വാലൻസ് ഷെല്ലിൽ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 3 ആള് മാത്രമേ ഉള്ളൂ. അപ്പൊ സീറ്റ് വേക്കന്റ് ആണ് സിലിക്കോൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ എന്താവുന്നു, അവിടെ ഹോള് ക്രിയേഷൻ ആവുന്നു. സോ ഹോൾ ക്രിയേഷൻ ആദ്യം നടക്കുന്നു. അത് കാരണം എന്താവുന്നു, മൂവ്മെന്റ് ഓഫ് ഹോൾസ് ഉണ്ടാവുന്നു. ആക്ച്വലി ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്നു, നമ്മൾ ഇലക്ട്രോണിനെ പറയത്തില്ല, ഹോളിനെയാണ് നമ്മൾ കുറ്റം പറയാ. ഹോളാണ് മൂവ് ചെയ്യുന്നത്. സോ ഹോൾ മൂവ്മെന്റ് ഉണ്ടാവുന്നു. പിന്നെന്താണ്, നെഗറ്റീവ് ചാർജ് ഓൺ ഡോപ്പന്റ് ആറ്റം. എന്താണ്, നെഗറ്റീവ് ചാർജ് ഓൺ ഡോപ്പന്റ് ആറ്റം. അതായത് ഇവരെന്ത് ചെയ്യാണ്, ഇവർക്ക് ഹോൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഓൾറെഡി ഒരാൾ കുറവായുള്ള ആൾക്കാർ വീണ്ടും ആരെങ്കിലും എടുത്തു കൊടുക്കുമോ, നമ്മളടുത്ത് എന്തെങ്കിലും ഉണ്ടായാലേ നമുക്ക് കൊടുക്കാൻ പറ്റുക അല്ലെ, ഉള്ളതല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പൊ ഇല്ലാത്ത സമയത്ത് ഇവരെന്താക്കും, മാക്സിമം ആക്സെപ്റ്റ് ചെയ്യാം, എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ആക്സെപ്റ്റ് ചെയ്യല്ലേ ചെയ്യാം. സോ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായിരിക്കും, എപ്പോഴും ചാർജ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും അല്ലെ. കൊടുക്കുന്ന ആൾക്ക് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ചാർജ് ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്താ ഉണ്ടാവും, ഡോപ്പന്റ് ആരാണ്, നമ്മുടെ ബോറോൺ തന്നെ ആവണമെന്നില്ല, ആരും ആവാം. നമ്മളിപ്പോൾ എക്സാമ്പിൾ എടുത്തത് ബോറോൺ. അപ്പൊ ബോറോൺ അല്ലെങ്കിൽ ഡോപ്പന്റ് ആറ്റം, അതിനെന്തിനു വരുന്നു, ഡോപ്പന്റ് ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് വരുന്നു. കാരണം അത് ഒരു ആക്സെപ്റ്റ് ചെയ്യുന്ന ആളായതുകൊണ്ട്. പിന്നെന്താ പറയുന്നത്, മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി ക്യാരിയേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഹോൾസ് അവിടെ മെജോറിറ്റി ആയിരിക്കും. പിന്നെന്താ, മൈനോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോൺസ് ആയിരിക്കും, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇനി എനർജി ബാൻഡ് ഗ്യാപ്പ് ഓഫ് പി ടൈപ്പ് എഴുതി കൂടെ. പി ടൈപ്പിന്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പി ടൈപ്പിന്റെ ബാൻഡ് വരക്കുമ്പോൾ, ഓക്കെ, ഇത് കണ്ടക്ഷൻ, അത് വാലൻസ്. ഓക്കെ, വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്. നമ്മൾ നേരത്തെ ഡോണർ ആറ്റത്തിന്റെ കാര്യത്തിൽ വരച്ചത് എന്താ, മേലോട്ടാണ് അല്ലെ, ഏറ്റവും മേലോട്ടാണ്. പക്ഷെ അവർക്ക് എന്താ മതി, അത്രയും എനർജി കിട്ടിയാൽ മതി, കാരണം ഓൾറെഡി ഫ്രീ ഇലക്ട്രോൺസ് അവരുടെ കയ്യിൽ തന്നെയുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള ബോറോൺ അല്ലെങ്കിൽ
ആക്സെപ്റ്റ് ചെയ്യുന്ന ആക്സെപ്റ്റർ അല്ലെങ്കിൽ ഒരു ട്രൈവാലന്റ് ആറ്റത്തിനെ സംബന്ധിച്ച് അതിന് അത്യാവശ്യം നല്ല രീതിക്ക് എനർജി കിട്ടണം ആൾക്ക്, എന്നാലേ കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ പറ്റൂ അല്ലേ. സോ അതെന്താണ്, അത് വാലൻസ് ബാൻഡുമായിട്ട് ആണ് കൂടുതൽ ക്ലോസ്. ഓക്കെ, കമ്പാരിറ്റീവ് ടു കണ്ടക്ഷൻ ബാൻഡ്. സോ ഇതാരാണ്, ഇത് ഈ എ ആണ്. ഈ ഡി ഡോണർ എനർജി ലെവൽ ആണെങ്കിൽ ഈ എന്തായിരിക്കും, ആക്സെപ്റ്റർ എനർജി ലെവൽ. എന്താണ് ആക്സെപ്റ്റർ എനർജി ലെവൽ, ആക്സെപ്റ്റർ എനർജി ലെവൽ. ഓക്കെ, അപ്പൊ ഈ ആളെ സംബന്ധിച്ച് എന്താണ്, ഓക്കെ ഈ ഗ്യാപ്പിനെ നമ്മൾ ഇ ജി എന്ന് വിളിക്കുന്നു അല്ലേ. ഓക്കെ, ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ഇവിടെ ഹോളും ഉണ്ടാവും. ഇവിടെ നമ്മൾ കൂടുതൽ ഹോളാണ്, ഇലക്ട്രോൺ ഉണ്ട് എന്നാലും ഹോളാണ് കൂടുതൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഈ ഹോൾ ഉണ്ട്. അപ്പോൾ ഹോളിന്റെ അടുത്തുള്ള ഈ വാലൻസ് ബാൻഡ്, ഓക്കെ ഈ വാലൻസ് ബാൻഡ് നമ്മളെ സിലിക്കൺ ഡേ ഇവിടുന്ന് എന്താവും, ഇവിടുന്ന് ഇലക്ട്രോൺ ഇവിടത്തേക്ക് ചാടും അല്ലേ, ഈ കുഴിയിലേക്ക് ചാടും, ഈ കുഴിയിലേക്ക് ഇങ്ങനെ ചാടും അല്ലേ. പിന്നെ എന്താവും, ഇവിടെയുള്ള ഇലക്ട്രോൺ എന്താവും ഇവിടെ വരും. ഓക്കെ, ഒരു ലെവൽ ഓഫ് നമ്മൾ എന്ത് കൊടുക്കുമ്പം ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ T എന്താവുന്നു 0 കെൽവിനേക്കാൾ കൂടുമ്പോൾ എന്താവുന്നു, അവിടെയുള്ള ആൾക്കാർ ജമ്പ് ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്നു. എന്നിട്ട് ഇവിടെ ഇലക്ട്രോൺ വരുന്നു, ഇവിടെയും ഹോള് വരുന്നു, ഇലക്ട്രോൺ വരുന്നു, ഹോള് വരുന്നു, ഇലക്ട്രോൺ വരുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി ഹോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ മെജോറിറ്റി ഇവിടെ വരുന്ന ആൾക്കാർ എന്തായിരിക്കും, കണ്ടക്ഷൻ ബാൻഡിൽ ആക്ച്വലി കണ്ടക്ഷൻ നടക്കണമെങ്കിൽ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് നടക്കണം. സോ കണ്ടക്ഷൻ ബാൻഡിൽ എപ്പോഴും ഇലക്ട്രോൺ മൂവ്മെൻറ്റ് കാരണമാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ മെജോറിറ്റി ഇലക്ട്രോൺ ആയിട്ടാണ് വരിക. ഓക്കെ, അത് കാരണമാണ് എന്തെന്ന് ഇലക്ട്രോൺ, കാരണം ഇലക്ട്രോൺ മൂവ് ചെയ്താലാണല്ലോ നമുക്ക് കറണ്ട് വരാം അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ എൻ ടൈപ്പിനെ സംബന്ധിച്ച് വളരെയധികം ക്ലോസ് ആയിരുന്നു കണ്ടക്ഷൻ ബാൻഡ്, വേഗം അതിനെ ജമ്പ് ചെയ്ത് പോകാം. പക്ഷെ ഇതിനെന്താണ്, ക്ലോസർ ടു വാലൻസ് ബാൻഡാണ്. അപ്പം ആദ്യം വാലൻസ് ബാൻഡിലുള്ള ആൾക്കാർ ആക്സെപ്റ്ററിലേക്ക് ജമ്പ് ചെയ്യും അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ സിലിക്കൺ എന്നാണ് ബോറോണിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ നിന്നെന്താവുന്നു, ഓക്കെ സിലിക്കൺ എന്താവുന്നു ബോറോണിലേക്ക് വരുന്നു. എന്നാൽ ബോറോണിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, അതെടുത്തിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ നോക്കുന്നു അല്ലേ. അപ്പം എന്താണ് നമ്മൾ നോക്കുമ്പോൾ പി ടൈപ്പിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു എനർജി ബാൻഡ് ഗ്യാപ്പാണ് നമ്മൾക്ക് അവിടെ കിട്ടുക. അപ്പം നമ്മളിനി എന്താണ് കൂടുതൽ എൻ ടൈപ്പിനും പി ടൈപ്പിനെയും പറ്റി പഠിച്ചു. സോ കൂടുതൽ നമ്മൾ എന്തിനെ പറ്റി പഠിക്കാൻ പോകുന്നു, പി ആൻ ജംഗ്ഷനെ പറ്റി പഠിക്കാൻ പോകുന്നു. പി ആൻ ജംഗ്ഷനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, സെമി കണ്ടക്ടേഴ്സ് എന്താന്ന് പറഞ്ഞു, ഇൻസുലേറ്റേഴ്സ് എന്താന്ന് പറഞ്ഞു, മെറ്റൽസ് എന്താന്ന് പറഞ്ഞു, എൻ ടൈപ്പ് എന്താന്ന് പറഞ്ഞു, പി ടൈപ്പ് എന്താന്ന് പറഞ്ഞു, ഇതിൻ്റെ എനർജി ബാൻഡ് അല്ലെ വരച്ചു. ഇതിലെങ്ങനെയാണ് ഫ്രീ ഇലക്ട്രോൺസ്, എങ്ങനെയാണ് മെജോറിറ്റി ഹോൾസ്, അല്ല എൻ ടൈപ്പിന്റെ കാര്യത്തിൽ എങ്ങനെ മെജോറിറ്റി ഇലക്ട്രോൺസ് വരുന്നു എന്നും മൈനോറിറ്റി ഇങ്ങനെ ഹോൾസ് വരുന്നു എന്നും, പി ടൈപ്പിന്റെ കാര്യത്തിൽ എങ്ങനെ മെജോറിറ്റി ഹോൾസ് വരുന്നു എന്നും മൈനോറിറ്റി ഇലക്ട്രോൺ വരുന്നു എന്നും നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായിരിക്കണം, നല്ല വൃത്തിക്ക് പഠിക്കണം. അപ്പോഴാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പി ആൻ ജംഗ്ഷൻ എന്താണെന്ന് നമ്മൾക്ക് പറയുമ്പോൾ നല്ല രീതിക്ക് മനസ്സിലാവാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പി ആൻ ജംഗ്ഷൻ തൊട്ടിട്ട്, പി ആൻ ജംഗ്ഷൻ തുടങ്ങിയാൽ പിന്നെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പം പി ആൻ ജംഗ്ഷൻ തൊട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെഷനിൽ കാണാം അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബൈ, താങ്ക് യു.